തണ്ണീർത്തടങ്ങളെ കുറിച്ച് അല്പകാര്യങ്ങൾ മനസ്സിലാക്കാം. ആദ്യമായിട്ട് ഫെബ്രുവരി 2-നാണ് ലോക തണ്ണീർത്തട ദിനം. ലോക തണ്ണീർത്തട ദിനം എന്നാണ് ഫെബ്രുവരി 2-നാണ്. യുനെസ്കോ 1997 മുതലാണ് ഈ ദിനം തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കാൻ ആരംഭിച്ചത്. യുനെസ്കോ 1997-ലാണ് ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കാൻ ആരംഭിച്ചത്. ഇനി മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ ആദ്യത്തെ തണ്ണീർത്തടങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ തണ്ണീർത്തടങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ഒഡീഷയിലെ ചിൽക്ക തടാകവും രാജസ്ഥാനിലെ കിയോലാഡിയോ നാഷണൽ പാർക്കുമാണ്. ഒഡീഷയിലെ ചിൽക്ക തടാകവും രാജസ്ഥാനിലെ കിയോലാഡിയോ നാഷണൽ പാർക്കുമാണ് ഇന്ത്യയിലെ ആദ്യത്തെ തണ്ണീർത്തടങ്ങൾ എന്ന് മനസ്സിലാക്കുക. അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും വലിയ തണ്ണീർത്തടാകം എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് ഏതാണെന്ന് പശ്ചിമ ബംഗാളിലെ സുന്ദർബൻസ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് ഏതാണ്? പശ്ചിമ ബംഗാളിലെ സുന്ദർബൻസ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും ചെറിയ റംസാർ സൈറ്റ് എന്ന് വെച്ചാൽ ഹിമാചൽ പ്രദേശിലെ രേണുക തടാകമാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ റംസാർ സൈറ്റ് ഏതാണ്? ഹിമാചൽ പ്രദേശിലെ രേണുക തടാകം. ഒന്നുകൂടെ മനസ്സിലാക്കാം, ഒന്നുകൂടെ ആവർത്തിക്കാം. എന്താണ് ഒന്നുകൂടെ പറഞ്ഞേ? ഫെബ്രുവരി 2-നാണ് ലോക തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുന്നത്. ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനമാണ്. യുനെസ്കോ 1997 മുതലാണ് ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കാൻ ആരംഭിച്ചത്. ഇനി മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ ആദ്യത്തെ തണ്ണീർ തടാകങ്ങൾ ഏതൊക്കെ? ഇന്ത്യയിലെ ആദ്യത്തെ തണ്ണീർ തടാകങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കാം. ഒഡീഷയിലെ ചിൽക്ക തടാകം രാജസ്ഥാനിലെ കിയോലാഡിയോ നാഷണൽ പാർക്കുമാണ്. കിയോലാഡിയോ നാഷണൽ പാർക്ക്. ഒഡീഷയിലെ ചിൽക്ക തടാകം രാജസ്ഥാനിലെ കിയോലാഡിയോ നാഷണൽ പാർക്കും ഇന്ത്യയിലെ ആദ്യത്തെ റംസാർ പട്ടികയിൽ ഇടം നേടിയ തണ്ണീർ തടാകങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് പശ്ചിമ ബംഗാളിലെ സുന്ദർബൻസ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ റംസാർ സൈറ്റ് ഹിമാചൽ പ്രദേശിലെ രേണുക തടാകമാണ്.